പൊതുവെ ഈ തമിഴ് പടങ്ങൾ ഹിന്ദി പടങ്ങളൊക്കെയാണ് വ്യാഴാഴ്ച റിലീസ്. നാളെ വെള്ളിയാഴ്ച വേറെ ഒരുപാട് മമ്മൂക്കയുടെ കളങ്കാവൽ മുതലുള്ള പടങ്ങളാണ് നാളെ റിലീസാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവരിൻ്റെ റിലീസാക്കിയത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു അച്ഛനെ ബേസ് ചെയ്തിട്ടുള്ള കഥ. ഇന്ന് പലപ്പോഴും അച്ഛന്മാരുടെ കഥകൾ, അച്ഛന്മാരുടെയും അമ്മയുടെയും കഥകൾ ഇന്ന് പൊതുവെ കുറവാണ്. ഇന്നത്തെ തലമുറ അങ്ങനത്തെ പടങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അതായത് ഒരു കുടുംബത്തിൽ ഒരു അച്ഛൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുഴുവൻ മെഴുകുതിരിയാണ്. മെഴുകുതിരി എന്ന് പറയുന്ന സ്വയം എരിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്തിട്ടാണ് മെഴുകുതിരി. അങ്ങനെ അത് കത്തി തീരുമ്പോൾ ആ വെളിച്ചം ഇല്ലാതാണ്. അതേപോലെയാണ് ഇതിലെ കഥാപാത്രം, ഹരീഷ് പെരയുടെ കഥാപാത്രം ഇതേപോലെയാണ് ചെയ്തേക്കുന്നത്. ആ കഥാപാത്രം പലപ്പോഴും എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. കാരണം പല സന്ദർഭങ്ങളിലും എൻ്റെ ജീവിതമായിട്ട് ഈ അവർക്ക് സാമ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വിഷമഘട്ടത്തിൽ നമ്മളൊരുപാട് ബുദ്ധിമുട്ടിയ സന്ദർഭങ്ങളിൽ നമ്മളെ സഹായിക്കാനൊരു ആൾ പ്രത്യക്ഷപ്പെടുന്നത് ആ ആൾ ദൈവത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവതുല്യമാണ് അങ്ങനെയുള്ള ആൾക്കാർ. ആ ദൈവം നമ്മുടെ മുമ്പിൽ വരുന്നതിന് പകരം ഈ വ്യക്തിയിലൂടെ നമുക്ക് ദൈവത്തെ കാണിച്ചു തരുന്നത്. അങ്ങനെയൊക്കെ ഒരു നല്ല മെസ്സേജുകൾ ഈ പടത്തിലൂടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സാണ് ഈ പടത്തിനുള്ളത്. ഇതിൽ മലയാള സിനിമയുടെ ഒരു നടൻ ഹരീഷ് പേരാടി എന്ന് പറയുന്ന ആ നടൻ നിർമ്മാതാവായി മാറുന്ന ചിത്രമാണ്. അതേപോലെ തന്നെ രാധേശ്യാം എന്ന് പറയുന്ന അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രം. ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിൽ നിന്ന് അദ്ദേഹം സംവിധായകനായി മാറുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഓളാൻ്റെ ആളാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ഒരു സിനിമ ചെയ്യണമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും എന്നുള്ളതാണ് ഇതിലൂടെ തെളിയിച്ചേക്കുന്നത്. പുള്ളിയ സംവിധാനത്തെ കുറ്റം പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത്തിരി സ്ലോ ബേസിലാണ് പോകുന്നത്. അത് കഥയിലേക്ക് വരാനായിട്ട് കൂടുതൽ കഥാപാത്രങ്ങളുള്ള വളരെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെല്ലാം മറ്റുള്ളവരുടെ, അതായത് അവർ ചെയ്ത ഭാഗങ്ങൾ, ഹരീഷ് പെരേരയുടെ മകൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയിച്ചിട്ടുണ്ട്. നായികമാരും കൊള്ളാം. പിന്നെ വേറെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഹരീഷ് കണാൻ ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നേക്കാണ്. ഒരു വ്യത്യസ്ത കഥാപാത്രം. താരത്തിന് വേണ്ടി കോമഡിയൊക്കെയാണല്ലോ ചെയ്തേക്കുന്നത്. ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു നെഗറ്റീവ് റോളിൽ ചെയ്തേക്കാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഈ പടത്തിന്. ഫാമിലി സബ്ജക്റ്റാണ്. കാരണം കുടുംബമായിട്ട് കാണാൻ കൊള്ളാനാണ്. യാതൊരുവിധ വൃത്തികേടോ കൊലയോ രക്തമോ ഒന്നുമില്ല. ഒരു